പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ ഭരണപക്ഷം ഒന്നിച്ചിറങ്ങുന്ന അപൂർവ ഇത് 2014 2019 അല്ല 2024 പ്രതിപക്ഷത്തിനു കൂടി ലോകത്തിൻ്റെ സഭയിൽ ഉന്നതമായ സ്ഥാനമുണ്ടെന്ന് തെളിയിച്ച ആ ചരിത്രം വിമർശമെല്ലാം പ്രകടിപ്പിച്ച് മുഴുവൻ സമയ കേൾവിക്കാരനായി നരേന്ദ്രമോദി തുടങ്ങിയത് ഭരണഘടനയെ ഉദ്ധരിച്ചായിരുന്നു. പിന്നീട് ശിവന്റെ ചിത്രം സഭയിൽ കാട്ടിയപ്പോൾ BJPക്ക് അത് കൊണ്ടിയെ സിനിമയിലൂടെ മാത്രമേ അറിയൂ എന്നും അതേപോലെ തന്നെ ഞാനൊരു ബയോളജിക്കൽ ജീവിയല്ലെന്നും പറഞ്ഞ പ്രധാനമന്ത്രിയെ പുതിയ വിഷയം തുടങ്ങിയത് തൊട്ടടുത്തിരുന്ന സ്ഥലം MP-ക്ക് കൈകൊടുത്തായിരുന്നു. അതേപോലെ തന്നെ മണിപ്പൂരിൽ പോകാത്തത് എന്തേ എന്ന ചോദ്യത്തിനും കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്തതും പ്രധാനമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് അയോധ്യയിൽ മത്സരിക്കാത്തതിൻ്റെ കാരണവും രാഹുൽ ആരാഞ്ഞു. തീവ്രവാദി എന്ന് പരിഹസിച്ച മോദിയെ നീറ്റ് വിഷയം കൊണ്ടും കർഷകരുടെ വിലക്കയറ്റം കൊണ്ടും മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി മോദിയെ കണക്കിന് കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും പ്രതിപക്ഷ സൈഡിലേക്ക് ഭയങ്കര കരഘോഷം. സ്പീക്കറെ അഭിനന്ദിക്കാൻ രാഹുൽ ചെന്നപ്പോൾ അദ്ദേഹം നിവർന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തതും അതേപോലെ മോദി വന്നപ്പോൾ കുനിഞ്ഞു നിന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തതും രാഹുൽ ചോദിച്ചു. കഴിഞ്ഞ ലോക്സഭ ഓം ബിർള എന്ന സ്പീക്കർക്ക് യാതൊരുവിധ വെല്ലുവിളിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത് 2024 ഇത് ഓം ബിർളയ്ക്ക് മാത്രമല്ല ഭരണപക്ഷത്തിനും BJPക്കാർക്കും ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. ഇന്നലെ കണ്ടത് നമ്മൾ വെറും ഒരു ടെസ്റ്റ് ഡോസാണ്. താങ്ക് യു.